പല ആളുകളുണ്ടല്ലോ ശരിയായിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുക, പ്രോപ്പർ ആയിട്ട് ഡയറ്റിങ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, നടക്കാനായിട്ട് പോവുക എന്നീ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും കുറയാത്തൊരു കാര്യമാണ് ഈ കുടവേർ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ നിങ്ങളും എല്ലാം ചെയ്തിട്ടും നിങ്ങളുടെ കുടവേർ മാത്രം കുറയാത്തവരാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഈ കുടവേർ എന്ന് പറയുന്നത് നമ്മുടെ സൗന്ദര്യ പ്രശ്നം മാത്രമല്ല, ശരിക്കും പറഞ്ഞത് ഒരു മെറ്റബോളിസം പ്രശ്നം കൂടിയാണ്. ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ ധാരാളം രോഗങ്ങളിലേക്കും അത് എത്തിക്കാനുള്ള വളരെയധികം ചാൻസസും ഉണ്ട്. അപ്പൊ ഇന്ന് ഞാനിവിടെ ഈ പറയാൻ പോകുന്ന ഈ ഒരു വെയിറ്റ് ലോസ് ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഡയറ്റിങ് ചെയ്യുന്നവരാണ്, എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതെല്ലാം നിങ്ങൾ ചെയ്തൊക്കെ കുഴപ്പമൊന്നുമില്ല. അതിന്റെ കൂടെ നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടി നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു മാസം നിങ്ങൾ തുടർച്ചയായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു മാസം തുടർച്ചയായിട്ട് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ആ ഒരു ചേഞ്ചസ് എന്തായാലും കാണാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് ആ ടിപ്പ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഏത് സമയത്താണ് ഇത് കഴിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ. ഈ കുടവേറ് കൂടുതൽ ഉണ്ടാകുന്നുണ്ടല്ലോ നമ്മുടെ ദഹനം വളരെയധികം പൂറാവുന്ന സമയത്ത്, ശരീരത്തിൽ കോർട്ടിസോളിന്റെ അളവ് നന്നായിട്ട് കൂടുക, അല്ലെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വളരെയധികം പൂറാവുക, ഉറക്കക്കുറവ്, സ്ട്രെസ് നന്നായിട്ട് കൂടുക എന്നിങ്ങനെ പറയുന്ന പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനെ കുറയ്ക്കാനായിട്ട് നമ്മൾ കാലറീനെ മാത്രം ഫോക്കസ് ചെയ്ത് ഇങ്ങനെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ശരിയായിട്ടുള്ള സിസ്റ്റത്തിൽ വർക്ക് ചെയ്താലാണ് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. എഗെയിൻ ഞാനിവിടെ പറയുകയാണ്, ഇപ്പൊ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിലും ഡയറ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നവരാണ്, നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരത്തിനനുസരിച്ചുള്ള കാലറി ബേസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ കൂടെ ഈ പറയുന്ന ഫാറ്റ് കട്ട് ഡ്രിങ്ക് ഇതും കൂടി നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു ഡ്രിങ്കിനായിട്ട് നമ്മൾ 5 ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഒരു ഇൻഗ്രീഡിയന്റ് നോക്കുകയാണെങ്കിൽ അയമോദകം. അയമോദകത്തിന്റെ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ ഇതിലൊരു തൈമോൽ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. ഈ തൈമോൽ കോമ്പൗണ്ട് നമ്മുടെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴല്ലോ അതിനെ പെട്ടെന്ന് ദഹിപ്പിക്കാനും, ദഹിപ്പിച്ച് കഴിഞ്ഞിട്ട് ശരീരത്തിൽ എന്തെങ്കിലും ഫാറ്റ് സ്റ്റോറേജ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നന്നായിട്ട് കുറയ്ക്കുക, അഗ്നിനെ നന്നായിട്ട് കൂട്ടുക എന്നീ പറയുന്ന പല കാര്യങ്ങൾക്കും അയമോദകം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഇപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വയറിൽ നന്നായിട്ട് ഗ്യാസ് ഒക്കെ വന്നിരിക്കുന്നവരാണ്, എപ്പോഴും നന്നായിട്ട് എമ്പക്കം പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനും ഇത് നല്ലൊരു സൊല്യൂഷനും കൂടിയാണ്. രണ്ടാമത്തെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ജീരകം. ജീരകത്തില് തൈമോക്യുനിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കൂടി ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ശരീരത്തിലത്തെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി നന്നായിട്ട് കൂട്ടുന്നതിനും, നമ്മുടെ ഭക്ഷണത്തിന് ശരിയായിട്ട് ദഹിപ്പിക്കാനും, അതിൽ നിന്ന് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിന് ശരിയായിട്ടുള്ള രീതിയിൽ അബ്സോർപ്ഷൻ ചെയ്യാനും ജീരകം നന്നായിട്ട് സഹായിക്കും. നമ്മുടെ അടുത്ത ചേരുവയാണ് പെരിഞ്ജീരകം. പെരിഞ്ജീരകത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിനൊരു നാച്ചുറലി ഡയൂററ്റിക് പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. അതായത് ശരീരത്തിലുള്ള വാട്ടർ റിട്ടൻഷനെ നന്നായിട്ട് കുറയ്ക്കാൻ, ശരീരത്തിലുള്ള നീർക്കെട്ടിനെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കും. അതിന്റെ കൂടെ നമ്മുടെ ദഹനത്തിനും ഇത് കുറച്ച് നന്നായിട്ട് മെച്ചപ്പെടുത്തും. നാലാമത്തെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്, ഇതാണ് നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ്. ഈ ഡ്രിങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പവർഫുൾ ഈ ഒരു കാര്യം തന്നെയാണ്. മറ്റൊന്നല്ല, കറുവപ്പട്ട. കറുവപ്പട്ടന്റെ ഒട്ടുമിക്ക ഡ്രിങ്ക്സിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. കറുവപ്പട്ടയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിലത്തെ ബ്ലഡ് ഷുഗർ സ്പൈക്കിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും, ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റിനെ നന്നായിട്ട് മെൽറ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നതുകൊണ്ട് ഇതാണ് നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ട് എടുക്കുന്ന ഒരു കാര്യം. അവസാനത്തെ നമ്മുടെ ഈ ഒരു ഡ്രിങ്കിലത്തെ അവസാനത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇഞ്ചി. ഇഞ്ചിയിൽ ഒരു തെർമോജനിക് പ്രോപ്പർട്ടി ഉണ്ട്, അതായത് ശരീരത്തിൽ ഒരു ചൂട് കൊടുക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇഞ്ചി നൽകുന്നത്. ഒരു ഉഷ്ണ പ്രോപ്പർട്ടി ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ഫാറ്റിനെ നന്നായിട്ട് മെൽറ്റ് ചെയ്യാനും ഇത് നന്നായിട്ട് സഹായിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്കിന് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് എത്ര അളവിൽ എടുക്കണം എന്ന് നമുക്ക് നോക്കാം. 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ അയമോദകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ എഴുതി കാണിക്കാം കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ കറുവപ്പട്ട, ചെറിയൊരു പീസ് കറുവപ്പട്ട എടുക്കുക. ഇഞ്ചി ചെറിയൊരു പീസ് ചതച്ചത് നിങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ 2 ഗ്ലാസ് വെള്ളം. ഇത്രയും കാര്യങ്ങളും ഇത്ര അളവിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഈ 5 കാര്യങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ശരിക്കൊരു ഫാറ്റ് ബേണിംഗ് മെഡിസിൻ പോലെയാണ് ശരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം കുറച്ചൊരു ചൂടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ തടി കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുകയും ചെയ്യും. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ഉണ്ടല്ലോ ഇത് നേരിട്ട് തിളപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ചെറിയൊരു തവയില് നമ്മൾ ഈ ജീരകവും പെരിഞ്ജീരകവും അയമോദകവും സെപ്പറേറ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തവയിൽ സിം മോഡിൽ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിന്റെ ഒരു സ്മെല്ല് വരില്ലേ, ആ സ്മെല്ല് വരുന്നത് വരെ കരിയിക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് മാറ്റി വെക്കുക. എന്നിട്ട് വേറൊരു പാനിൽ നിങ്ങൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് സിം മോഡിൽ ഇട്ടിട്ട് 5 മിനിറ്റ് നിങ്ങൾ തിളപ്പിക്കുക. 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം കുറച്ചൊന്ന് ചൂടാറാനായിട്ട് വെക്കണം. എന്നിട്ട് എന്നും രാവിലെ വെറും വയറ്റിലാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കേണ്ടത്. ഈ ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് ഇതിന്റെ കൂടെ നിങ്ങൾ ഈ 2 കാര്യങ്ങളും കൂടി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി റിസൾട്ട് നോക്കുന്നു, കുറച്ചും കൂടി 2x ഫാസ്റ്റ് ആക്കാനായിട്ട് പറ്റും കേട്ടോ. എന്ത് കാര്യങ്ങളൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ നിങ്ങൾ വെറും വയറ്റിൽ ഈ ഒരു ഡ്രിങ്ക് കഴിക്കുക. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം നിങ്ങൾ
ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ പെരിഞ്ജീരകവും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾ കുറച്ച് പെരിഞ്ജീരകവും കുറച്ച് ജീരകവും ഇട്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ഇന്ന് നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇതൊരു ഗ്ലാസ് നിങ്ങൾ കുറച്ചൊരു ചൂടോട് കൂടിയിട്ട് സിപ്പായിട്ട് കുടിക്കാനായിട്ട് നോക്കുക. ഇതാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു അര ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഒരു നുള്ള് നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് കുരുമുളക് പൊടിയും മിക്സ് ചെയ്തതിന് ശേഷം രാത്രി ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അതായത് രാവിലെ വെറും വയറ്റിൽ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഈ ഫാറ്റ് ലോസ് ഡ്രിങ്ക് നിങ്ങൾ ഒരു ഗ്ലാസ് കുടിക്കാനായിട്ട് നോക്കുക. അതിനുശേഷം ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം ജീരകത്തിന്റെ കോമ്പിനേഷൻ ചെയ്തിട്ടുള്ള വെള്ളം ഒരു ഗ്ലാസ് ഇളം ചൂടായിട്ട് നിങ്ങൾ ഒരു അരമണിക്കൂറിന് ഭക്ഷണം കഴിച്ച് ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. രാത്രി നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒരു നുള്ളു മാത്രം ഇട്ടാൽ മതി കേട്ടോ. ആ ഒരു മിക്സിന്റെ വെള്ളം രാത്രി ഭക്ഷണത്തിന് ശേഷം നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. അപ്പൊ ഈ ഒരു 3 കോമ്പിനേഷനിൽ നിങ്ങൾ കഴിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു 3 മുതൽ 4 ദിവസത്തിനുള്ളിൽ ഇപ്പൊ നിങ്ങളുടെ വയറിൽ നന്നായിട്ട് ഗ്യാസ് കയറി നിൽക്കുകയാണ്, ബ്ലോട്ടിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒരു 4 മുതൽ 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്താ പറയാ ലൈറ്റ് ആയിട്ട് തോന്നും. ഫുൾ ബോഡി നന്നായിട്ട് ഒരു ലൈറ്റ് ആയിട്ടിരിക്കുന്നത് പോലെ ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് തോന്നും. ഒരു 2 ആഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ എനർജി കുറച്ചും കൂടി ബൂസ്റ്റ് ആവുന്ന പോലെ ഫീൽ ചെയ്യും. ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ അരക്കെട്ടിന്റെ ഭാഗങ്ങളിൽ പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു കാര്യമാണ്, എന്ന് നിങ്ങൾ രാത്രിയിലത്തെ ഡിന്നർ ഉണ്ടല്ലോ കുറച്ച് നേരത്തെ ഒരു മാക്സിമം നോക്കുകയാണെങ്കിൽ 7 മണി മുതൽ 7:30-ക്കുള്ളിൽ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ലേറ്റ് ആയിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബെല്ലി ഫാറ്റിന് കൂട്ടാനായിട്ടുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. ഇതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് അതിൽ കാണാവുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉറക്കം, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഉറക്കം കുറയുന്ന സമയത്ത് ശരീരത്തിൽ കോർട്ടിസോളിന്റെ അളവ് നന്നായിട്ട് കൂടും. ശരീരത്തിൽ കോർട്ടിസോൾ കൂടിക്കഴിഞ്ഞാലും ബെല്ലി ഫാറ്റ് കൂടാനായിട്ടുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, പുറത്തുനിന്നുള്ള ഭക്ഷണം, അതായത് പ്രോസസ്ഡ് ആയിട്ടുള്ള മീൽസ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള പാക്കറ്റ് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരമാവധി നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ടൈം ടു ടൈം നിങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കണം. നാലാമത്തെ ഒരു കാര്യമാണ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറെ ഇങ്ങനെ വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതായത് കുറെ തണുത്ത വെള്ളം നന്നായിട്ട് കുടിക്കുന്നവരുണ്ട്. ആ ഒരു തെറ്റ് നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഭക്ഷണം കഴിച്ചൊരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾ കുറെ വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ അരമണിക്കൂർ വരെ ഗ്യാപ്പ് കൊടുക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ സിപ്പായിട്ട് നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. പിന്നെ മറ്റൊരു കാര്യം, കൂടുതലായിട്ട് നമ്മൾ തണുത്ത വെള്ളം കുടിക്കുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഗ്നി നന്നായിട്ട് കുറയും. അഗ്നി നന്നായിട്ട് കുറയുന്ന സമയത്ത് ദഹനം കുറച്ചൊന്ന് പോറാവും. ഇത് നമ്മുടെ ബെല്ലി ഫാറ്റിന് റീസൺ ആകുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി മെയിൻ ആയിട്ട് ആരൊക്കെ ഇത് അവോയ്ഡ് ചെയ്യണം? നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള 5 ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം ഈ പറയുന്ന 5 കാര്യങ്ങൾ കുറച്ച് ചൂട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകള്, മുലയൂട്ടുന്ന അമ്മമാരൊക്കെ ഇത് പരമാവധി ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഹൈപ്പർ അസിഡിറ്റി, ആസിഡ് റിഫ്ലക്സ് ഒക്കെ നന്നായിട്ട് കൂടി നിൽക്കുന്നവരാണ്, വയറിൽ അൾസർ ഉണ്ട്, IBS പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ അവരും ഇത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡയബറ്റിക് പേഷ്യൻസ്, നിങ്ങളുടെ ഷുഗർ നന്നായിട്ട് ലോ ആയിട്ട് വരുന്നവരാണ്, BP നന്നായിട്ട് ലോ ആയിട്ട് വരുന്നവരാണെങ്കിൽ അവരും ഇത് ഒഴിവാക്കണം. ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഉള്ളവർ പരമാവധി ഇത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇപ്പൊ നിങ്ങൾ ബ്ലഡ് തിന്നിങ് മെഡിസിൻസ് എന്തെങ്കിലും എടുക്കുന്നവരാണെങ്കിൽ ഈ മഞ്ഞളും ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലഡ് തിന്നിങ് പർപ്പസ് ആണ് അത് ചെയ്യുന്നത് ശരീരത്തിൽ. അപ്പൊ അവരും നോക്കിയും കണ്ടൊക്കെ എടുക്കാനായിട്ട് നോക്കുക. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യില്ല നിങ്ങളോട്. അപ്പൊ അത് നിങ്ങൾ നോക്കിയും കണ്ട് എടുക്കുക. ഇനി അടുത്തൊരു കാര്യം, ഈ നിങ്ങളിപ്പോ 3 ആഴ്ച ഒരു ഡ്രിങ്ക് എടുത്തുല്ലോ, 3 ആഴ്ചക്ക് ശേഷം നിങ്ങൾ മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ചയെങ്കിലും നിങ്ങൾ ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം മാത്രം അടുത്ത വട്ടം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഒക്കെ വന്നു, റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ മാക്സിമം 1.5 ആഴ്ചയെങ്കിലും ഗ്യാപ്പിന് ശേഷം മാത്രം നിങ്ങൾ എടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു റെമഡി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യരുത്. കാരണം നമ്മുടെ ശരീരത്തിന് അത് അത്രയും സേഫ് അല്ലാത്തത് കൊണ്ട്. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നന്നായിട്ട് ഒരു എരിച്ചിൽ പോലെ തോന്നി, ഛർദി പോലെ തോന്നി, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് കൊണ്ട് തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ നിങ്ങളത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ഡ്രിങ്ക് ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ സ്യൂട്ട് ആകണം എന്ന് നിർബന്ധവുമില്ല. കാരണം ഇത് റിസൾട്ട് നൽകും എന്നുണ്ടെങ്കിലും എല്ലാവരുടെ ശരീരത്തിലും എല്ലാവരുടെ കാര്യങ്ങളും ഡിഫറെന്റ് ആണ്. ദഹനം ഡിഫറെന്റ് ആണ്, മെറ്റബോളിസം ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ സ്യൂട്ട് ആകുന്നുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം മാത്രം ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്.
അപ്പൊ പലരും ചോദിക്കാറുണ്ട്, ഇതിപ്പോ ഇത്രയും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്തിനാ എടുക്കുന്നത്, ഇത് ആർക്കും കഴിക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ പലരും പറയുന്നത് കേൾക്കാറുണ്ട്. ഒരു കാര്യം നമ്മൾ അതിന്റെ ഗുണങ്ങൾ പറയുമ്പോൾ അതിന്റെ നെഗറ്റീവ് സൈഡ് നമ്മൾ എന്തായാലും പറയണം. അതുകൊണ്ടാണ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരുടെ അഭിപ്രായങ്ങളും കമന്റ് രൂപേണ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.